മലബാർ ഡേയ്സ് എന്നാണ് നമ്മുടെ പടം. ഒരു ആന്തരിക പടമാണ്, ഒരു ചെറിയ പടമാണ്. ഇപ്പോ കുറഞ്ഞ ആളുകൾ ഇനി വേറെ ദിവസങ്ങളിൽ ആളുകൾ ആൾക്കാർക്ക് കേൾക്കാം. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ്. ഇങ്ങനെയുള്ള സിനിമകൾ വിജയിച്ചാലേ നാളെ ഇതുപോലുള്ള സിനിമകൾ വേറെ എടുക്കാനുള്ള പ്രചോദനമാണ് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയെ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യുന്ന. ഒരിക്കലും ടിക്കറ്റ് കയറിയാൽ നിങ്ങൾക്ക് അത് ഒരു വിഷമം ഉണ്ടാവില്ല. കാര്യം നല്ല എന്റർടൈൻമെന്റ് നടക്കണം. എല്ലാം ഉണ്ട്, ഇമോഷൻ ഉണ്ട്, പിന്നെ സെന്റിമെന്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം കൂടെ ഒരു ഫുൾപാക്കായിട്ടുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും സിനിമ എന്റെ കാര്യത്തിൽ ഇതിൽ ഒരു കളർ ക്യാരക്ടറാണ്. ബംഗ്ലാവ് പറയുന്നൊരു സെഗ്മെന്റ് ഉണ്ട്. അപ്പോ അതിന്റെ ഒരു ക്യാരക്ടറാണ് ചെയ്തത്. കൂടുതലും പറയുന്ന പടമാണ്. ഹലോ, എന്റെ പേര് നേഹ നദി. ഞാൻ കോഴിക്കോട്ടാണ് വരുന്നത്. എന്റെ ഫസ്റ്റ് മൂവിയാണ്. സോ ഇത് 5 സ്റ്റോറീസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതിന്റെ ലാസ്റ്റുള്ള ബംഗ്ലാവ് ഒരു മൂവിയാണ് ഞാൻ അഭിനയിക്കുന്നത്. മാധവ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സോ ഈ മൂവി ഒരു 5 സ്റ്റോറീസും 5 ഡിഫറെന്റ് മോഡൽസ് തരുന്ന ഒരു മൂവിയാണ്. നമ്മളെല്ലാവരും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇമോഷണൽ ലാസ്റ്റ് ഒരു അടിപൊളി കോമഡി മൂവിക്ക് ആയിട്ടാണ് വലുതാവുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകരുടെ കയ്യിലാണ്. നിങ്ങൾക്ക് കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഒരുപാട് ചിത്രങ്ങൾ പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇത് ചെറിയ പുള്ളിയൊന്നുമല്ല, നല്ല മ്യൂസിക്കാണ്. അതുപോലെ തന്നെ അതിന്റെ പാട്ടുകൾ നന്നായിട്ട് എഡിറ്റിംഗിന്റെ സമയത്ത് എന്റെ മോൾ തന്നെ എഡിറ്റിംഗ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്റെ ആ സ്ക്രിപ്റ്റ് സെൻസ് അവർക്കും ഉണ്ട്. ഏകദേശം സെയിം സ്ക്രിപ്റ്റ് സെൻസ് ആണ്. അതുകൊണ്ട് ഞങ്ങളൊരു സീനിക്കായിരുന്നു. ആ സീനിക്കായതുകൊണ്ട് എഡിറ്റിംഗ് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായത് ബുദ്ധിമുട്ടല്ല, ഒരു ചാലഞ്ച് മ്യൂസിക് ആയിരുന്നു. ബിക്കോസ് ഈ 5 പടം 5 ട്രീറ്റ്മെന്റ് ആണ്, 5 കഥയാണ്, പിന്നെ 5 ഷോണിലെ കഥയാണ്. അപ്പൊ നമ്മളത് മ്യൂസിക്കും അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് 2 മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ ഓരോ പടം സെപ്പറേറ്റ് മ്യൂസിക്കാണ്. ആ മ്യൂസിക് പെർഫെക്റ്റ് ആയിട്ട് വരണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിച്ചു. ഐ തിങ്ക് മ്യൂസിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മ്യൂസിക്സ് ആണ്. എന്റെ ഫസ്റ്റ് മൂവിയാണ്. പറാനാണ് എന്റെ മൂവിന്റെ പേര്. ആൻഡ് ഷീന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഒരു നമ്മള് ജീവിതത്തിൽ കാണുന്ന കുറച്ച് സാഹചര്യങ്ങൾ തന്നെയാണ് ഈ മൂവിന്റെ അകത്ത് കാണിക്കുന്നത്. സോ ഐ തിങ്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മലയാളികൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്റെ പേര് അനുപ്രിയാണ്. ഞാൻ ആക്ച്വലി റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ അനീഫിന്റെ മോളാണ്. ഞാൻ ഈ പ്രൊജക്ട് അസോസിയേറ്റ് ഡയറക്ടറും എഡിറ്റർ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നെ ആക്ടിങ് ചെയ്തു. 2 ക്യാരക്ടേഴ്സ് ആണ് ചെയ്തത്. പർദ മൂവിൽ സനായിട്ടും ബ്രേക്കപ്പ് മൂവിൽ ചിഞ്ചുവായിട്ടുമാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് ഇതൊരു വലിയ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഒരു ഹോം പ്രൊഡക്ഷൻ ആണ്, ഫാമിലി പ്രൊഡക്ഷൻ ആണ്. അത് നമ്മളെല്ലാവരും ചെയ്തിട്ട് കുറെ അധ്വാനിച്ചിട്ടാണ് ഈ പ്രൊജക്ട് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആൻഡ് വി ഹാഡ് സപ്പോർട്ട് ഫ്രം എ ലോട്ട് ഓഫ് പീപ്പിൾ. കോഴിക്കോട്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന് നിങ്ങൾക്ക് എന്തായാലും 5 സ്റ്റോറീസ് അല്ല 6 സ്റ്റോറീസ് ആയിരിക്കും കാണാൻ കിട്ടുന്നത്. 5 സ്റ്റോറീസ് ഈ ഫിലിമിൽ കാണിച്ച 5 ഫാമിലീസിന്റെ 6ാമത്തത് നമ്മുടെ ഫാമിലിയുടെ സ്റ്റോറിയാണ്. അത് ഈ 5 കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിലാവും, എന്തായാലും മനസ്സിലാവും. അപ്പൊ ഞാൻ പറയുന്നത് പ്രേക്ഷകരോട് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വന്ന് ഈ പടം കാണണം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആസ് ഫാർ ദി ഇമോഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ നടക്കുന്ന പോലെ ആയിരിക്കും തോന്നുക. അപ്പൊ അത് ഭയങ്കര എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ട് കാണണം. എനിക്ക് ലൈക്ക് ഇറ്റ്, പ്ലീസ് ലെറ്റ് us know.